നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിപിൻ സാറേ, ആ ഫോണിങ് തന്നെ. പല്ലവി, കുഞ്ഞ് എങ്ങനെ പിറന്നാലും അത് എന്റെ കുഞ്ഞായിരിക്കണം. എങ്കിൽ മാത്രമേ നീ ആഗ്രഹിക്കുന്ന പോലെ ആ കുഞ്ഞിന് ഇവിടുത്തെ സ്വത്തുക്കളുടെ അവകാശം ലഭിക്കുള്ളൂ. നിനക്ക് കുഞ്ഞ് മാത്രം മതിയെങ്കിൽ നീ എവിടെയെങ്കിലും പോയി ഒരു കുഞ്ഞിനെ ദത്തെടുത്തോ. അല്ലാതെ എന്റെ കുഞ്ഞിനെ വാടക അമ്മയെ കൊണ്ട് പ്രസവിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്റെ വാക്ക് കേൾക്കാതെ നീ ഒരു ടെസ്റ്റ് ട്യൂബ് കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറായാൽ അതുകൊണ്ട് നിനക്ക് ഈ സ്വത്തുക്കൾ കിട്ടില്ല എന്ന് മാത്രമല്ല, ഡോക്ടർ പറയുന്ന അനുസരിക്കാതെ നീ 2 വർഷത്തിനുള്ളിൽ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവൻ എന്നെ ആപത്താവും. അത് നീ മറക്കരുത്. പല്ലവി, ടെസ്റ്റ് ട്യൂബ് മാർഗത്തിലൂടെ നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തന്നെ കരുതിക്കോ. ആ കുഞ്ഞിനെ നിനക്ക് മനസ്സുറന്ന് സ്നേഹിക്കാൻ കഴിയോ? നീ എന്തിനാ പല്ലവി കുഞ്ഞിന്റെ കാര്യത്തില് ഇത്ര റിസ്ക് എടുക്കുന്നത്? ഒരു കുഞ്ഞിന്റെ പിറവി എന്ന് പറയുമ്പോ നീ ഇത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. പണത്തിനും സ്വത്തിനും വേണ്ടിയല്ല ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വത്തിനോടുള്ള ആർത്തി മൂത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുനിഞ്ഞാലേ അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടാവില്ല. ദൈവം നിന്നോട് കോപിക്കുകയുള്ളൂ, നിന്നെ ശിക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്, ടെസ്റ്റ് ട്യൂബ് ശിശു എന്നുള്ള ചിന്ത നീ ഉപേക്ഷിക്കണം. നീ ഇതിൽ നിന്നും പിന്മാറണം. ശരി, ഞാൻ പിന്മാറാം. പകരം വിപിൻ സാറ് 5 കോടി രൂപ എനിക്ക് തരുമോ? 5 കോടിയോ? അതെ, 5 കോടി. ശരി, 5 കോടി രൂപ ഞാൻ തരാം. ആ 5 കോടി രൂപ കിട്ടിയാൽ നീ എന്നെ വിട്ട് ഇവിടുന്ന് പോവോ? നീ എന്നെ വിട്ട് ഒഴിഞ്ഞു പോവോന്ന് ഉറപ്പ് തന്ന 5 കോടി രൂപ ഞാൻ നിനക്ക് ഇപ്പൊ തരാം. 5 കോടി രൂപ നിനക്ക് തന്നാലും നിന്റെ ശല്യം ഞാൻ സഹിക്കണ്ടല്ലോ. 5 കോടി രൂപ കിട്ടിയാ നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിനക്കിപ്പോ ഇവിടെ എന്തിനാ ഒരു കുറവ്? താമസിക്കാൻ ബംഗ്ലാവുണ്ട്, സഞ്ചരിക്കാൻ പോഷ് കാറുണ്ട്, അണിയാൻ വില കൂടിയ വസ്ത്രങ്ങളുണ്ട്, സ്വർണത്തിന്റെയും ഡയമണ്ട്സിന്റെയും ആഭരണങ്ങളുണ്ട്. പിന്നെ നീ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാലും അതെല്ലാം അപ്പോ ഞാൻ വാങ്ങിക്കൊണ്ട് തരുന്നുണ്ട്. അതിനപ്പുറം നിനക്ക് എന്താ വേണ്ടേ? കുഞ്ഞിനോട് വലിയ ആശയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള കൊതിയാണെങ്കിൽ 8 മാസം കഴിയുമ്പോ നിന്റെ ചേച്ചി പ്രസവിക്കും. നീ ആ കുഞ്ഞിനെ എടുത്ത് ഓമനിച്ച് ലാളിച്ചോ. പാർവതിയുടെ കുഞ്ഞിനെ നീ എടുത്ത് ലാളിച്ചു എന്ന് കരുതി പാർവതി ഒന്നും പറയാൻ പോകുന്നില്ല. പല്ലവി, പണത്തിനോട് സ്വത്തിനോടുള്ള നിന്റെ ഈ ആർത്തി ഉണ്ടല്ലോ, അത് നിന്നെ നാശത്തിലേക്ക് എത്തിക്കൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.